ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു മലബാർ സ്പെഷ്യൽ ഊത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഊത്തപ്പാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഊത്തപ്പാണ്. കാണാനും ഭയങ്കര രസമാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ പാർട്ടി സ്പെഷ്യൽ ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് ബിരിയാണി റൈസാണ്. ഏത് തരം ബിരിയാണി റൈസ് വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാം. ഇതൊരു 2-3 മണിക്കൂറെങ്കിലും കുതിർത്തിയതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ബിരിയാണി റൈസിന് പകരമായിട്ട് പച്ചരി വെച്ചിട്ടും ചെയ്യാം. പിന്നെ അറിയാലോ, ബിരിയാണി റൈസ് വെച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനൊരു 3-4 മണിക്കൂർ കുതിർത്തിയെടുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, നന്നായിട്ട് കഴുകിയതിന് ശേഷം. ഇതിൻ്റെ കൂടെ 1/4 കപ്പ് ചോറ് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/4 കപ്പ് ചിരുവിയ തേങ്ങ ചേർക്കുന്നുണ്ട്. 1.5 കപ്പ് അരിക്ക് 1/4 കപ്പ് ചോറും 1/4 കപ്പ് തേങ്ങയാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇളം ചൂട് വെള്ളമാണ്. ചൂട് കൂടിപ്പോവരുത്. അപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി നോക്കിയിട്ട് മാവിൻ്റെ കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് തരിയൊന്നുമില്ലാതെ അരച്ചെടുത്തിട്ടുള്ള ഈ മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ മിക്സി ജാറിലേക്ക് 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി മാവിലേക്ക് തിരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 1/2 മണിക്കൂർ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. കുറച്ചൊരു ചൂടുള്ള സ്ഥലത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നോളും. ഇപ്പോൾ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഊത്തപ്പം ചുട്ടെടുക്കാം. ചൂടായിട്ടുള്ള പാനിലേക്ക് ഓരോ തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരുപാട് സമയമൊന്നും അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 1 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനിയിപ്പോൾ നമ്മളുടെ കയ്യിൽ വലിയ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 3 എണ്ണം 4 എണ്ണമൊക്കെ ഒരുമിച്ച് ഒഴിച്ചിട്ട് ഊത്തപ്പം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. നമുക്കിത് ഏത് കറി കൂട്ടി കഴിക്കാനും അടിപൊളിയാണ്. നമുക്കിത് പാർട്ടികളിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കുറുമ, മട്ടൻ കുറുമ അങ്ങനത്തെയുള്ള കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ പാർട്ടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാനും ഭയങ്കര രസമാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാം. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി വേണം. അപ്പോൾ ഇനിയും മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.